പ്രിയമുള്ളവരെ, ചലച്ചിത്ര നടന്മാരുടെ ശബ്ദാനുകരണമാണ് മിമിക്രിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഞാൻ ചെയ്യുന്നത് നസീർ സാറും ജയനും സുകുമാരനും കൂടി കടങ്കഥ പറഞ്ഞു കളിക്കുന്ന ഒരൈറ്റമാണ്. മിസ്റ്റർ ജയൻ, ഇനി നമുക്ക് കുറച്ചു നേരം കടങ്കഥ പറഞ്ഞു കളിക്കാം. നസീർ സാർ റെഡിയാണെങ്കിൽ ഞാനും റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങും. മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല. നസീർ സാറേ, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കടങ്കഥയാണിത്. മുറ്റത്ത് ചെപ്പിനടപ്പില്ല, കിണർ. ജയ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഇത് കുറച്ച് ആഴം കൂടിയ കിണറാണെന്ന്. അത് ഞാൻ കളിയാക്കലൊന്നും വേണ്ട. ഇനി എൻ്റെ ഊഴമാണ്. ഞെട്ടില്ല വട്ടയില്ല, ഞെട്ടില്ലാത്ത വട്ടയില് പിടികിട്ടി ഞെട്ടില്ല വട്ടയില് പപ്പടം ജിഞ്ചിന്നാക്കിടി. അയ്യോ പാവം. അല്ല, ഇതാരൊക്കെയാണ്? നസീർ സാറും ജയനും. നിങ്ങൾ കടങ്കഥ പറഞ്ഞ കളിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം. ഞാൻ ചോദിക്കും, നിങ്ങൾ പറയണം. കാള കിടക്കുന്നു, കയറോടുന്നു. കാള കിടക്കുമ്പോൾ എങ്ങനെയാണ് കയറോടുന്നത്? കയറ് കിടക്കുമ്പോൾ ചിലപ്പോൾ കാള ഓടിയെന്ന് വരാം. സുകുമാരൻ, താങ്കളുടെ കടങ്കഥയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. കാള കിടക്കുന്നു, കയറോടുന്നു. മത്തങ്ങ. താങ്കളുടെ ഉത്തരം ശരിയാണ്. പക്ഷേ മത്തങ്ങയ്ക്ക് തന്നെ നീളമില്ല. മത്തങ്ങ ഉരുണ്ടത്. സ്നേഹമുള്ളവരെ, വളരെ പണ്ട് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊരു പടം ഞാൻ തമിഴ് താരങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കാറ്. അപ്പോൾ അതിൽ ജാക്സൺ ദുറൈ വീരപാണ്ഡ്യ കട്ടബൊമ്മനായിട്ട് ശിവാജി ഗണേശനും ജാക്സൺ ദുറൈയായിട്ട് വേറൊരു നടനാണ് അഭിനയിച്ചത്. പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അന്ന് ശിവാജി ഓവർ ആക്ടിങ് എന്നുള്ളൊരു സംഭവം എല്ലാവരും പറയുന്നുണ്ട്. അത് അവരുടെ നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല, നമ്മൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പാമ്പിനെ കണ്ട് എന്താ വലിപ്പം, പക്ഷേ തമിഴ്നാട്ടിലാണെങ്കിൽ നേരത്തേക്കൊരു പാമ്പ പാത്രം എவ்வளவு പെരുസ് അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഡയലോഗ് ഒറിജിനലല്ല, അതായത് ആ സിനിമയിലെ ഡയലോഗ് ആയിരിക്കില്ല. കാരണം അത്ര ബൈഹാർട്ടായിട്ട് ഞാൻ പഠിച്ചിരുന്നില്ല. എങ്കിലും ഒന്ന് ശ്രമിക്കാം. നീതാൻ വീരപാണ്ഡ്യ കട്ടബൊമ്മനോ? நீதான் ஜாக்சன் துரை என்பவரோ? வெகு தூரம் வந்து விட்டேன். நற்றளவு நாடி நான் உன் மீது குற்றம் சாட்டுகிறேன். ஏதோ குற்றம்? என் தம்பிதம் மட்டும் இறங்கியிருந்தால் உன் பரங்கித்தலை சூமையை நோக்கி பயணம் ஆரம்பித்திருக்கும். என்னையே இரும்பு தலையன் என்று சொல்கிறார்கள். உருக்க வேண்டி பொருள். அது இரக்கம் காட்டியதே தவிர. கட்டபொம்மனே, வெகு தூரம் வந்து விட்டேன். நீ என் ஷோய் நாட் மீது கப்பம் கட்டவில்லை, டாக்ஸ் கட்டவில்லை. அதனால் ஷோய் நாட் மீது போர் தொடுக்கப் போகிறேன். வரி, வடி, வட்டி, திஸ்தி, திரை, விருந்து, வேடிக்கை, வாதம் பொழிகிறது, பூமி விளைகிறது. நீ ஏன் கேட்கிறாய் வட்டி? நீ உங்கள் வயல்களிருந்து வேலை செய்தாயா, இல்லை களைமறித்தாயா, இல்லை நாறு நட்டாயா? இங்கே இல்லை பணிபுரியும் மங்கை மடுகளுக்கு எங்கள் மங்கள சேவை செய்தாயா? நீ ஏன் கேட்கிறாய் வட்டியில்? நான் என் கொடுக்கணும் திஸ்தி துடிக்கித மீசாய். அடக்கு அடக்கு ஜாக்சன். ഇത് ശിവാജി ഗണേശൻ്റെ അന്നത്തെ അഭിനയം. പിന്നെ അതിന് ശേഷം വസന്തമാളികെ എന്ന പടത്തില് ഒരു ചെറിയൊരു റൊമാൻറ്റിക് സീൻ. இதுதான் நான் உனக்காக பணித்திருக்கும் மாளிகை, வசந்த மாளிகை. இது ஷாஜஹான் மும்தாஸ் மகளுக்காக பணித்திருக்கும் தாஜ்மஹால் அல்ல. நான் உயிரோடு இருக்கும் காதலிக்காக பணித்திருக்கும் வசந்த மண்டபம். இது சமாதி இல்லை, இது சந்நிதி. எனக்கு மட்டும் ஆண்டவன் பறக்கும் சக்தியை கொடுத்திருந்தால் வானத்தில் மின்னிருக்கிற மற்ற நட்சத்திரங்களின் தோரணமாக காட்சியளித்திருப்பேன். ஆனால் கடவுள் எனக்கு அந்த சக்தியை கொடுக்கவில்லையே. അതിനുശേഷമാണ് മറ്റേ പാട്ട്. യാരുക്കാക ഇത് യാരുക്കാക இந்த மாளிகை വസന്ത മാളികൈ കാതലോവിയം കലന്ത മാളികൈ. ഞാൻ അവതരിപ്പിക്കുന്നു മധുസാറും ലാലു അലക്സും തമ്മിലുള്ളൊരു ചെറിയ കോമ്പിനേഷൻ. മിസ്റ്റർ ലാലു അലക്സ്, സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗാനമേള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ലാലു ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്ത് പാട്ട് ഞാനങ്ങ് പാടിയേക്കാം. അന്നക്കിളി നീ എന്നിലെ വന്നക്കേറി വേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തോൽ വീശി നിന്നു, ജില്ലയിലെ തുന്തടക്കട ജില്ലയിലെ എന്റെ പൊന്നു മധുസാറേ,
ഒരുപാട് ജില്ലകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, അങ്ങനെ എവിടെയാണ് പോയി ഈ ദുംനടക്കട ജില്ല? എന്നായാലും വേണ്ടുകയില്ല, ജില്ലയിലെ ദുംനടക്കട ജില്ലയിലെ എങ്ങനെയുണ്ട് മധു സാറേ? മിസ്റ്റർ ലാലുലക്സ്, താങ്കൾ പാട്ട് പാടിയതാണോ അതോ പാട്ട് പറഞ്ഞതാണോ? പാട്ട് പാടുന്നതിനേക്കാൾ നല്ലതാണല്ലോ മധു സാർ, പാട്ട് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ സ്റ്റേജിൽ ഗാനമേള നടക്കുമ്പോൾ ആ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്. അടുത്തതായിട്ട് തമിഴ് ചലച്ചിത്ര വേദിയിലെ നടികവേൽ എന്നറിയപ്പെടുന്ന ശ്രീ M.R. രാധ രക്തക്കണ്ണീർ എന്ന പടത്തിൽ ചെയ്ത ചെറിയൊരു സംഭവം. ഇപ്പൊ തമിഴ്നാട്ടിലാണ് അതാ ആരെ M.R. രാധയോ? தேவடியால் பெத்தெடுத்துக்கிற திருமலை காத்தா ஒவ்வொரு தெருசுக்கும் ஒவ்வொரு குடிசை இருக்கு, ஒவ்வொரு குடிசைக்கும் ஒவ்வொரு தலைவன் இருக்கான், ஒவ்வொரு தலைவனுக்கும் ஒவ்வொரு பட்டினி பட்டாளமே இருக்குது. ஹூ இஸ் த ஹெல்த் இன்ஸ்பெக்டர் ஆஃப் திஸ் நாஸ்டி முனிசிபாலிட்டி? தமிழ்நாட்டின் வணக்கம் என்று சொல்லும் முதல் குரலே இதுதானா? അടുത്തതായി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു ഡയലോഗ് അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ ഇരുമ്പാണി തട്ടി മുളയാണിയാക്കി ആ ഡയലോഗ് രജനീകാന്ത് തമിഴിലാക്കി പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത്. കണ്ണാ ഇരുമ്പാണിയെ തട്ടി മുളയാണി വിറ്റ് പൊൻകാലത്തിനാല് സുരുക വിളക്ക് കൊല്ലം കിത്ത 16 പൊൻപടത്തെ കൊടുത്തു വിട്ടത് നായല്ല, இது பாஷா. பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ஏன் தெரியுமா கண்ணா, இந்த பாஷா கிட்ட எக்கோ சிஸ்டம் இருக்கு. സുരാജിനൊരു ഐറ്റം കിട്ടി മോനെ, അടുത്ത തമിഴ്നാട് പരിപാടിക്ക് ഭാഷ. ഇത് ജയിലറിന്റെ റിലീസിന് കാണാം. ഈ പഴയ മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ അനുകരിക്കുന്ന സമയത്ത് കൂടുതലും ഈ റേഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. അന്ന് ടെലിവിഷൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും അനുകരിക്കുന്നത് റേഡിയോയിലുള്ള വാർത്തകൾ, റേഡിയോയിലുള്ള പരസ്യങ്ങൾ, എല്ലാം റേഡിയോയിലുള്ള വിവിധ പരിപാടികൾ, അതിന്റെ മ്യൂസിക്, ഇതൊക്കെയായിരുന്നു അന്ന് അനുകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ റേഡിയോയിലെ ഒരു കൗതുക വാർത്ത വായിക്കുന്ന ഒരു 2 വാർത്ത രാമചന്ദ്രൻ, 2 വാർത്ത രാമേന്ദ്രൻ, അത് ഒന്ന് പറയാം. അതുപോലെ ഒരു ശങ്കർ നാരായണനുണ്ട്, അതും അത് ഡൽഹി അത് പറയാം. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇപ്പോൾ കൗതുക വാർത്തകളാണ് വായിക്കാൻ പോകുന്നത്. പച്ചരിയിൽ പച്ചമരുന്ന് ചേർത്ത് വിറ്റതിന് പച്ചക്കറി പാച്ചുവിനെ പട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചക്കറി പാച്ചുവിനെ 10 ദിവസം റിമാൻഡിൽ വയ്ക്കുവാൻ പോലീസ് ഉത്തരവായി. സ്വന്തമെന്ന പദത്തിനും ബന്ധമെന്ന പദത്തിനും യാതൊരു അർത്ഥവുമില്ലെന്ന് സുപ്രസിദ്ധ മലയാള ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി കണ്ടുപിടിച്ചിരിക്കുന്നു. തമ്പിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഈ പദങ്ങൾ മലയാള ഭാഷയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ ആലോചിക്കുന്നു. കൗതുക വാർത്തകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസാദേട്ടാ, അടിപൊളി. പ്രസാദേട്ടാ, ഈ അന്ന് ഈ താല്പര്യമില്ലാത്ത രീതിയിൽ വാർത്ത വായിക്കുന്ന ഒരാളുണ്ടല്ലോ, പ്രതാപൻ ചേട്ടൻ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ. താല്പര്യമില്ലാതെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് താല്പര്യമില്ല പുള്ളിക്ക്. പുള്ളി ചിത്രഗീതം രാജ്യത്ത് തങ്ങൾ അങ്ങോട്ടും സത്യപരം സൃഷ്ടിക്കുന്നു. അല്ല, അന്ന് ഈ വാർത്ത കേൾക്കുമ്പോഴേ സുരാജ്, അന്ന് വാർത്ത വായിക്കുമ്പോ നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് റിലേ വരുന്നത്, അപ്പൊ ഈ ശബ്ദം പകുതി നമ്മൾ കേൾക്കുള്ളൂ. അത് സത്യചന്ദ്രൻ സാറ്, ഡൽഹി. അതുപോലെ ശങ്കർ നാരായണൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അപ്പൊ അദ്ദേഹം വാർത്ത വായിക്കുമ്പം ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശങ്കർ നാരായണൻ. 7 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പാലം വിമാനത്താവളത്തിലെത്തുകയുണ്ടായി. വിമാനത്താവളത്തിൽ ഒരു ഒപ്പിച്ച സ്വീകരണം തന്നെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത്. ഇങ്ങനെ വാർത്തകൾ വായിക്കുന്ന ഈ ശങ്കർ നാരായണന് ഈ സ്കൂൾ കാലഘട്ടത്തിലെ മിമിക്രിയാണ് കേട്ടോ. പെട്ടെന്നൊരു ദിവസം വാർത്ത വായിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വയറുവേദന വന്നു. വയറുവേദന വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിലാക്കി. കാരണം 8 മണിക്ക് വാർത്ത വായിക്കണം, 7 മണിയായി. അപ്പോൾ ഉടനെ ഡോക്ടർ ഒന്ന് ചോദിച്ചു, ശങ്കർ നാരായണൻ സാർ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ അടിവയറ്റിൽ ഒരു വേദന തുടങ്ങി, അത് മുകളിലേക്കും പിന്നീട് താഴേക്കും സംഭവിച്ചു. അപ്പൊ അല്ല, എന്ത് നിങ്ങൾ വല്ലതും കഴിച്ചോ? അനാവശ്യമായിട്ട് വല്ലതും കഴിച്ചോ? ഇന്നലെ രാത്രി സാധാരണയായി കറ്റി പയറും കഴിക്കുന്നതിന് പകരം ചില്ലി ചിക്കനും ചില്ലി ബ്രോസ്റ്റും ചില്ലി ചപ്പാത്തിയുമാണ് കഴിച്ചത്. കയ്യിൽ ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. കാരണം ഈ വാർത്ത സ്ഥിരം നമ്മൾ കേട്ടോണ്ടിരിക്കുക. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ കുറെ ഭാഗം കേൾക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോഴല്ലേ? ആ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 50 വർഷത്തിൽ മേലെയായി. 51 വർഷമായി സിറാജ്. ഇനി എത്രാമത്തെ വയസ്സിലാണ്
എത്രാമത്തെ വയസ്സിലാണ് മിമിക്രി അത് okay, അത് correct. പറഞ്ഞാൽ രണ്ടും കൂടെ അതെ. കൂട്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സൂചിക്കണം. സാറും കൂടെ പറയാം എത്ര വർഷമായി എന്നുള്ളത്. എനിക്ക് വയസ്സ് 70. ആ ഞാൻ എൻ്റെ 1961 ഫസ്റ്റ് മിമിക്രി കാണുന്നത്. അത് സന്താനം ചന്ദ്രു എന്ന തമിഴ്നാട്ടുകാരെ പ്രസാദ്ജി പേര് പറഞ്ഞു. ഞാൻ കണ്ടത് എൻ്റെ 6ാമത്തെ വയസ്സിൽ സന്താനം ചന്ദ്രു. അന്ന് മിമിക്രി എന്ന് പറയില്ല, വികടക്കച്ചേരി എന്നേ പറയുള്ളൂ. അതെന്നാണ് ഞാൻ തുടങ്ങി. 1972 സെപ്റ്റംബർ 13 ഞാൻ ആദ്യമായിട്ട് അരങ്ങേറിയത്. ഉയ്യോ. ഞാൻ 1974 കൊല്ലത്ത് SM കോളേജിൽ പഠിക്കുമ്പോഴാണ് മിമിക്രി ചെയ്തത്. പക്ഷെ അന്ന് മിമിക്രി എൻ്റെ അഭിപ്രായത്തിൽ മിമിക്രി പ്രചാരത്തിലില്ല. മോണോ ആക്ട് എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. പിന്നീടാണ് അത് മിമിക്രി ആണെന്ന് ഞാൻ തന്നെ അറിഞ്ഞത്. സിറാജിക്ക ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്, മറ്റൊന്നുമല്ല. മുകേഷ് ഏട്ടൻ പറഞ്ഞ കഥയാണ്. അപ്പൊ മുകേഷ് ഏട്ടൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്ന ഈ കോളേജിൽ? എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പൊ അവര് സിറാജിക്കനെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടി പിരിച്ചിട്ട് ഇക്കൊക്കെ കാശ് തന്നു. അതായത് യാത്ര ചെയ്ത് പോയിട്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ. പക്ഷേ ഇക്ക ആ കാശ് കൊണ്ടിട്ട് പൊറോട്ട ഇറച്ചി തിന്നെന്ന് പറയുന്നത് ശരിയാണ്? അതറിയാം. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ വയറ് വിശന്നു അങ്ങനെ കഴിച്ചത് പോയത്. അല്ല, അതല്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ അതല്ല, എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. വീട്ടില് നീ പോണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖ് സാറിനെയൊക്കെ അറിയാം. ശരി, അതാണ് സംഭവം. പോകണ്ടെന്ന് പറഞ്ഞ മോണോ ആക്ടിന് എനിക്ക് കോളേജിൽ നിന്ന് അങ്ങനെ സെലക്ഷൻ കിട്ടിയായിരുന്നു. അല്ല, പൊറോട്ട ഇറച്ചി നിന്നാ നിനക്കിപ്പോ എന്താ? അല്ല, പൊറോട്ട ഇറച്ചി അതെ, ഞാൻ സത്യം ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഏറി കയറാനുള്ള പരിപാടിയാ. അല്ല, അവിടെ നിന്ന് എനിക്ക് 10 രൂപ തന്നു. അന്നും അത്രയൊന്നും വേണ്ട, കോട്ടയം വരെ പോയിട്ട് വരാൻ. കോട്ടയത്ത് വെച്ചായിരുന്നു. അപ്പോൾ അന്ന് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ കാശ് വെച്ച് എന്താ ചെയ്യാനാണ്, ഞാൻ പോയി പൊറോട്ട ഇറച്ചിയും കഴിച്ചു. എനിക്ക് ഇക്കായിട്ട് ഞാൻ മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും. ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സ്റ്റേജിൽ പങ്കെടുക്കണം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നമ്മൾ ദൂരദർശനിൽ സ്റ്റേജിൽ ചെന്നു. അപ്പോൾ ഞാനും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഗ്യാപ്പ് തരണ്ടേ പുള്ളി. ഞാൻ പറഞ്ഞു, ഇക്ക ഞാൻ ഇന്നത് അല്ല സുരാജ്, ഞാൻ ഫിലോമിനെ എടുക്കും. ഇല്ല, എനിക്ക് ഫിലോമിനെ എടുത്താലേ ജയം വരും. അല്ലക്ക, ഞാൻ പിന്നെ മമ്മൂട്ടി പറയാം. അയ്യോ, എനിക്ക് മമ്മൂട്ടി പറഞ്ഞാലേ ലാൽ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇനി ഏത് ചെയ്യും? നീ വല്ല KPSC സണ്ണി. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജയൻ സാറിന്റെ ശബ്ദം രണ്ടാമതൊരു തരംഗമാക്കി കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ്. അതിപ്പോ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു ഒക്കേഷനിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഞാൻ വയസ്സ് ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴും പറയും ഒരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീനിയർ ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഇവിടെയാണ് എന്നുള്ള നമ്മളൊരു ഡിഫറൻഷിയേഷൻ എപ്പോഴും പറയും. നമ്മുടെ ഈ വേദിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോയിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്ന ഒരു ചെറിയ കലാകാരനുണ്ട്, അതായത് യങ് ആയിട്ടുള്ളത്. ഞങ്ങൾ കരുതുന്നു അവനായിരിക്കും ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ്, ഏജ് വൈസ് ഏറ്റവും ചെറിയ കലാകാരനായിരിക്കും ഈ വരാൻ പോകുന്ന നമ്മുടെ സ്വന്തം തന്നെ. നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലേക്ക്. തന്നെ കുട്ടാ, എന്നോട് അനുഗ്രഹിക്കണം, എന്നോടും അനുഗ്രഹിക്കണം. അങ്ങനെയാണ് ഞങ്ങളോടും അനുഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മൺമറഞ്ഞ തിക്കുറിശി സുകുമാരൻ നായർ പറയുന്ന പോലെ എന്തായാലും നീ ലോകപ്രസിദ്ധനായ മിമിക്രി ആർട്ടിസ്റ്റ് ആവട്ടെ. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യുക, ഇന്ന് സ്കിറ്റ് ഒക്കെ പെർഫോം ചെയ്യാനുള്ളതല്ലേ, ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് വാങ്ങണ്ടേ? അപ്പൊ ചോദിച്ചോ, ബ്ലെസ്സിങ്സ് ഒക്കെ ചോദിച്ചോ. കാലി തൊട്ട് വലിയ കലാകാരനായി വളർന്നു. തനി 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നത്. അതും ഈ ഒരു ഫ്ലോറിൽ നിന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞിവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അവന്റെ പെർഫോമൻസ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിം ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും ചെറിയ താരം വരെ ഈ ഒരു ഫ്രെയിമിലുണ്ട്. അത് ഞങ്ങൾക്കും ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന് കിട്ടുന്ന ഏറ്റവും ഒരു ഐക്കോണിക് മൊമെന്റ് ആണ്.
കൊതുക് 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 മുട്ടയിട്ട കൊതുക്. ഓ എടാ കൊതുകേ, നീ എന്തിനാ എന്റെ ചെവിന്റെ അടുത്ത് വന്നിങ്ങനെ മൂളുന്നത്? പിന്നെ കൊതുകിനെ മൂളാതെ പ്രമാദവനം വീണ്ടും എന്ന് പാടാൻ പറ്റോ? നീ ഇവിടെ കിടന്ന് പാടാതെ വല്ല കടപ്പുറത്തും പോയി പാട്. അതിന് കടപ്പുറത്ത് പോയി പാടാനേ ഞാൻ അതുമല്ല കൊതുകാണ്. ഡാടാ അടങ്ങ്, നീ ഒരു കൊതുകിന്റെ അത്രയല്ലേ ഉള്ളേ. പിന്നെ കൊതുകനെ ആനന്റെ അത്ര ഉണ്ടാവോ? ദേ, നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചോര കുടിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ശോഭ് എന്നോട് സഹകരിച്ചാൽ നിന്റെ രക്തം അറിഞ്ഞ പറഞ്ഞ കൊത്തും. നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ എവിടെയാ കൊതുകിനെ കൊല്ലണ ബാച്ച്. ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി തോന്നുന്നു. ഇവൻ അടിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ. അത് ബാറ്ററി കംപ്ലൈന്റ് അതല്ല, ആ ബാറ്റ് നന്നായിട്ട് ട്രാക്ക് ആകാം. ഇപ്പൊ ഇതിന്റെ രണ്ടടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം പറ്റില്ലെന്നേ. അതുകൊണ്ട് ഇനിയും അടിക്ക്. എടാ ഈ ഫ്ലാറ്റിൽ എത്രയോ പേരുണ്ട്, എന്നിട്ട് നീ എന്തിനാ എന്നെ തന്നെ കുത്തുന്നത്? അതാണ് ഈ കേക്കേ കൊതു. കേക്കയാ? ആ എന്റെ അച്ഛന്റെ പേര് കൊതു, അമ്മന്റെ പേര് കൊതു, അപ്പൊ ഞാൻ കേക്കേ കൊതു. എടാ കേക്കേ കൊതുകേ, നിനക്കൊരു സ്റ്റാൻഡേർഡും ഇല്ല. കാരണം നീ പൊട്ടിപ്പൊളുന്ന സ്ഥലത്തൊക്കെ അല്ലേ കിടക്കണത്. ഞാൻ പൊട്ടിപ്പൊളുന്ന സ്ഥലത്ത് കിടക്കണം നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്നെ പൊലിപ്പൊട്ടി വന്ന സ്കിറ്റ് കളിക്കില്ലല്ലോ. അപ്പൊ നീ സ്കിറ്റ് ഒക്കെ കാണാറുണ്ടാ? ആ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. സെലിബ്രിറ്റികളെ മാത്രം കടിക്കുന്ന ഒരു കൊത തന്നെ. ഇന്നലെ തന്നെ നാദശേഖരനാണ് എന്തോരം കടി കൊടുത്തെന്നാ. നീ ശരിക്കും നാദൃശ്യം കടിച്ചാ? ആ അതിനുശേഷം ഞാൻ മൂളുന്ന ഇല്ലേ അത് തിരിച്ചു മുഴുതാൻ തുടങ്ങി. അതെന്താ? പുള്ളി പിന്നെ പാരിപ്പാട്ടിന്റെ ആളല്ലേ. പോന്നേരം എന്നോട് പറയാ അതിലൊന്നും കൂടെ ഒരു കടി ഒത്തേക്ക്. അതെന്തോത്തിനാ? അവര് തമ്മിൽ അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ, എന്തിട്ടാൻ ദിലുവിന് കൊടുക്കും. അത് ശരിയാ, അവര് നല്ല ഫ്രണ്ടാ. അല്ല, നിനക്ക് ഏത് സെലിബ്രിറ്റിനെ കടിക്കാനാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് നോവി. നമ്മുടെ നോബി അണ്ണനാ? അതെന്താടാ കാര്യം? നോബി അണ്ണനാവുമ്പോ നമ്മൾ എത്ര കടിച്ചാലും തരിച്ചടിക്കത്തോലും ഇല്ല. ആ അതാണ് നോബി ചേട്ടന്റെ നല്ല മനസ്സ്. ഒരു കൊതുകിനെ പോലും നോവിക്കത്തില്ല. നല്ല മനസ്സിന്റെ ഒന്നും അല്ല, ഒന്ന് കൈയെടുത്തൊന്ന് അടിക്കാൻ പോലും പുള്ളിക്ക് മടിയാ. നോബി അണ്ണ, അല്ല നീ ടിനി ടോമിനെ കുത്തിയിട്ടുണ്ടാ? ട്രോളന്മാര് മൊത്തം കുത്തി ചോരത്തേക്കുവാ. എന്തിനാണ് ആ പാത്തിനെ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ട്. ദേ, ഇനി ടിനി ടോമിനെ എന്നല്ല വേറെ ഒരു സെലിബ്രിറ്റിനെ കുത്താൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാനൊന്ന് എടി മോളെ തോൽവി. തോൽവിയല്ല, തൻവി. ആ തൻവി ഈ പാനിന്റെ സ്റ്റാറായ എന്നെ നിനക്ക് അറിയാത്തോണ്ടാ. പാൻ ഇന്ത്യൻ സ്റ്റാറാ? ആ അമേരിക്കയിലുള്ള. അമേരിക്കല്ലടാ പാവയ്ക്ക, അമേരിക്കന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ അവിടെയുള്ള ആന്റണി പെരുമ്പാമ്പിനെ. പെരുമ്പാവല്ലടാ മൂർഖൻ. ഓ ആന്റണി പെരുമ്പാവൂര്, അതുപോലും പറയാൻ അറിയത്തില്ല. ആ എന്നിട്ട് അമേരിക്കയിലുള്ള ആന്റണി പെരുമ്പാവൂരിനെ ഞാൻ ഇവിടെ ഇരുന്ന് കരയിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പോടാ. ആന്റണി പെരുമ്പാവൂർ അമേരിക്കയിലായിരിക്കുമ്പോ നീ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇരുന്ന് കരയിപ്പിക്കുന്നേ? ഞാൻ ഇവിടെ നിന്ന് മോഹൻലാലിനെ കുത്തും. മോഹൻലാലിന് വേടനെടുത്ത ആന്റണി പെരുമ്പാവൂർ എന്ന് കരയും. ഭയങ്കരാ, നീ ആള് കൊള്ളാല. അപ്പൊ നീ മമ്മൂക്കയെ കുത്തിയിട്ടുണ്ടാ? മമ്മൂക്കനെ കുത്താൻ തന്നെ പഠിച്ചോടിച്ച്. മമ്മൂക്ക അടിച്ചാ? അല്ല, പിഷറടി കൗണ്ടർ അടി. അത് കേട്ടാ പിന്നെ ആരായാലും ഓടും. അല്ല എന്തായാലും നീ എന്നെ കുത്താൻ പോണില്ല. കുത്തുന്ന് പറഞ്ഞാ ഞാൻ കുത്തിയിരിക്കും. ഇതുവരെ ഒരാളെ മാത്രമേ ഞാൻ കുത്താറിട്ടുള്ളൂ. അതറിയാടാ? അത് നമ്മടെ പ്രദോഷ് ചേട്ടനില്ലേ, കലാഭവൻ പ്രചോദനാണോ നീ ആ ഉദ്ദേശിച്ചത്? പുള്ളി തന്നെ. ഞാൻ കുത്താൻ വേണ്ടി ചെന്നപ്പോ പുള്ളി ചേച്ചി നിന്നോണ്ട് മിമിക്രി കാണിച്ചോണ്ടിരിക്കുവാർന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന്. അതെന്താണ് നീ കുത്താതെ പോന്നേ? പുള്ളി അവിടെ നിന്ന് പ്രേക്ഷയുള്ള ചോര പിടിക്കല്ലേ. ഇങ്ങനെ സെലിബ്രിറ്റികളെ കുത്തിക്കൊണ്ടിരുന്നാലേ നിന്റെ പേര് കേസ് എടുക്കുവേ. അങ്ങനെ കേസ് അടിക്കാനൊന്നും നടക്കത്തില്ല മോളെ. ഞാൻ നമ്മയുടെ മെമ്പറാ. സിനിമ അസോസിയേഷനോ? അല്ല, ഓൾ മോസ്കിറ്റോ മൂളൽ അസോസിയേഷൻ. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഒക്കെ ഉണ്ടായിട്ടും എന്തിനാടാ വീണ്ടും വീണ്ടും ഞങ്ങളെ ഇങ്ങനെ കുത്തുന്നേ? അത് പിന്നെ ഞങ്ങൾ എപ്പോ കുത്താൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമല്ലേ. അത് ശരിയാ. അല്ല സാധാരണ പെൺകൊതുകളല്ലേ ബ്ലഡ് കുടിക്കുന്നത്, പിന്നെ നിനക്കെന്താ എന്റെ ബ്ലഡിന്റെ ആവശ്യം? അതെ, എന്റെ ഭാര്യ ഗർഭിണിയാ. അതുകൊണ്ട് സാധാരണ മനസ്സിലാക്കിയ
പുളിമാങ്ങ മസാല ദോശ ഇഷ്ടം. പക്ഷെ എന്റെ ഭാര്യ ഒരു കൊതുകായോണ്ട് അവർക്ക് ഇച്ചിരി ബ്ലഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഭർത്താവായി ഞാൻ ഇറങ്ങിയാലല്ലേ പറ്റുള്ളൂ. ഞാൻ കൗണ്ടർ അടിച്ചതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒരു ഭർത്താവിന്റെ രോദനം. അല്ല, അങ്ങനെ നിനക്ക് എന്റെ ബ്ലഡ് കുടിക്കണമെന്നാണെങ്കിലേ നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. അതെന്താ? ഒരു കൊതിനെ 1-2 ആഴ്ച ആയുസുള്ളൂ. അയ്യോ, എന്ത് പറ്റി? എനിക്കിന്ന് 2 ആഴ്ച തികയും. ഞാൻ മരിക്കാൻ പോന്നു. അയ്യോ അമ്മേ. ചത്തുപോയാ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊതുക് എന്നോട് സംസാരിച്ചത്. എന്നാലും അവന് ഈ ഗതി വന്നല്ല. അവന് ഇത്തിരി ചോരയല്ലേ ചോദിച്ചോളൂ, അല്ലാതെ എന്റെ വീടൊന്നും ചോദിച്ചില്ലല്ലോ. അതങ്ങ് കൊടുത്താ മതിയായിരുന്നു. എന്നാലും അവൻ മരിച്ചു പോയല്ലോ. കൊതുക് കൊതുക് മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. അപ്പൊ നീ ചത്തില്ലായിരുന്നോ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞതാ. സെലിബ്രിറ്റിയിൽ മാത്രം കടിക്കുന്ന ഒരു സെലിബ്രിറ്റി കൊതുകാണെന്ന്. അതുകൊണ്ട് സെലിബ്രിറ്റികൾക്ക് ഒരിക്കലും മരണമില്ല, ജീവിക്കുന്നു. നിങ്ങളിലൂടെ കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. I am waiting. വലത്തോട്ട് തിരിക്കടാ, വലത്തോട്ട് തിരിക്കടാ. വലത്തോട്ടാണ് തിരിക്കണം. നീ ഒന്ന് കറക്റ്റ് പറ. വലത്തോട്ടെന്ന് പറയാം. വലത്തോട്ടല്ലേ തിരിക്കണേ? നീ പതിയെ തിരിക്കുന്നില്ല. ഇത് വെറുതെ ആവശ്യമില്ല. അനക്കല്ലേ അനക്കല്ലേ അനക്കല്ലേ. അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. കേരളത്തിന്റെ നിരന്തര ആവശ്യപ്രകാരം വരൾച്ചയെ പറ്റി പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. ഇപ്പോൾ കിട്ടിയ വാർത്ത, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രധാനമന്ത്രിയും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. നീ എന്തിനാ അനക്കിയത്? ഞാൻ എങ്ങനെ പിടിക്കണം? നീ ഒന്ന് പറ. നീ വന്ന് പിടിക്കും. എനിക്കിത് കാണും. പിന്നെ അപ്പൊ എനിക്ക് കാണണ്ടേ? എടാ നീ അവിടെ നിന്ന് കറക്റ്റ് പിടി, കറക്റ്റ് പിടി. അങ്ങനെ പിടിച്ചു. അനക്കല്ലേ അനക്കല്ലേ അനക്കല്ലേ. നടന്ന കത്തിക്കുത്തിൽ ഇരുവരും തൽക്ഷണം മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 1136 രൂപ, വെള്ളി 14 രൂപ. ഇവിടെ സ്വർണത്തിന് വീണ്ടും വില ഓടിയാട്ടാ. എങ്ങനെ കെട്ടിച്ചു വിടുവോ എന്തോ. നടൻ വരണടാ. നാടകം ശൂരനാട് സോമം വരണം. ഇന്നലെ എവിടെയാണെന്തോ നാടകം. ഇവനൊക്കെ ഇത് എന്താ കാണാൻ എഴുന്നിട്ട് പോയില്ലല്ല. ചുമ്മാ വായി നോക്കിയിരിക്കുക ഇവിടെ. കഷ്ടം. ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? എവിടെയായിരുന്നു ഇന്നലെ? 2 നാടകമായിരുന്നു കേട്ടോ. ആദ്യം നാടകം നടന്നു, ആന പുരണ്ടു, നടന്നില്ല. രണ്ടാമത്തെ നാടകം കൂരിച്ചൊരിയുന്ന മഴ, അവിടെയും നാടകം നടന്നില്ല. അപ്പൊ ഇന്നലെ രക്ഷപ്പെട്ടു. അതാടാ സോമനെ, നീ കളിയാക്കുവാണോ? എടാ പള്ളിപ്പാടാണെന്ന് മെനിഞ്ഞാൻ നടന്ന സ്റ്റേജില് ഞാൻ ഹൃദയം പൊട്ടിക്കറിയുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് 2 പേരും വന്നൊന്ന് കാണണമായിരുന്നു. എന്റെ സഹപ്രവർത്തകർ മുഴുവൻ പറഞ്ഞു, സോമ കരച്ചിൽ നിർത്ത്. ഞാൻ നിർത്തിയില്ല. ഓഡിയൻസ് മൊത്തം എഴുന്നിട്ട് പറഞ്ഞു, കരച്ചിൽ നിർത്തണ സോമ. നിർത്തിയില്ല. അവസാനം ക്ഷേത്രത്തിന്റെ കമ്പറ്റിക്കാരും മൊത്തം ആൾക്കാരും വന്നിട്ട് എന്റെ കാൽക്കം വന്ന് വീണിട്ട് പറഞ്ഞു, സോമ അമ്മാതെ നിർത്ത. അവിടെ നിർത്തിയില്ല. അവസാനം അമ്പലത്തിൽ തിരുമേനി വന്ന് കയ്യിലെ കെട്ടയച്ചു വിട്ടപ്പോഴാണ് കരച്ചിൽ നിർത്തിയത്. ഒരു നാടകരുടെ നീ കളിയാക്കുവാണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞാലേ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ അടുത്തൊരു ക്ലബ്ബിൽ പരിപാടി ഉണ്ടായില്ലേ? ക്ലബ്ബ് മാറമ്പള്ളിയില്. എന്റെ പൊന്നാ നാടകം കണ്ടില്ലേ? ഫുൾ ഡയലോഗ് തെറ്റായിരുന്നു. ഫുൾ ഡയലോഗ്. എടാ നാടകത്തിന്റെ പേര് നീ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല. എന്തായിരുന്നു പേര്? അറിയില്ല. അക്ഷരത്തെറ്റ്. അപ്പൊ തെറ്റും. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനൗൺസ്മെന്റ് വരെ തെറ്റണ ഒരു നാടകം കാണുന്നത്. നമ്മുടെ ഈ വായനശാലയുടെ ഫ്രണ്ടിലെ നിങ്ങളെ ഞാൻ പ്രാന്തൻ എന്ന് പറഞ്ഞൊരു നാടകത്തിന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചില്ലായിരുന്നു? ആ നാടകം പിന്നെ എന്തോന്നായണ? ഇല്ലടാ, അതെ 1 മാസത്തെ ക്യാമ്പായിരുന്നു നാടകം. പക്ഷേ ഒറ്റ ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോഴേ ഈ പ്രൊഡ്യൂസറിന് ഭ്രാന്തായി പോയി. അങ്ങനെ നാടകം നിർത്തേണ്ടി വന്നു. നീ പോയത് തിരികെ വാർത്ത കാണാൻ. നേരെ തിരിക്കണം. നേരെ കാണാൻ. തിരിക്കാൻ അങ്ങ് തിരിച്ചോണ്ട് പോയത്. നീ പറ കറക്റ്റ് ആയിട്ടല്ല. കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ശൂരനാട് സോമൻ എന്ന സുന്ദരനും സുമുഖനും
കുടുംബസ്നേഹിയുമായ യുവാവിനെ കാണുവാനില്ല. കാണാതാകുമ്പോൾ കറുത്ത പാന്റും കളകളം ഷർട്ടുമായിരുന്നു വേഷം. നിങ്ങളല്ലേ ഇത്? അത് ഞാനാ. നിനക്കറിയോ, എന്റെ കൂടെ നാടകം കളിക്കുന്ന സകലമാന ആൾക്കാരും സിനിമയിൽ കയറി എനിക്ക് ടി വിക്കകത്തെങ്കിലും കയറണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുത്തതാ. എന്താ സിനിമയെ കയറാനുള്ള എളുപ്പ വഴി മിമിക്രിയാണ്. അതെ, ആണോ? കലാഭവനിൽ മിമിക്രി കളിച്ചു കിടന്ന പെരുമ്പാവൂരുകാരൻ പയ്യൻ ജയറാം ഇപ്പൊ സിനിമയെ കയറി. ആണോ? അപ്പോൾ മിമിക്രി കയറിയാൽ സിനിമയിൽ കയറാം. നമ്മള് മിമിക്രി മേഖലയുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 70കൾ കണ്ടു, നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഓർമ്മകൾ നമ്മൾ അയവിറക്കി. ഇനി നമ്മൾ പോകുന്നത് 80കളിലേക്കാണ് അല്ലെ. ശരിക്കും കോമഡിയുടെ ഒരു അല്ലെങ്കിൽ മിമിക്രിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം നമുക്ക് പറയാം അല്ലേ. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് മിമിക്രി തന്നെയാണ്. മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് കടക്കാനുള്ളൊരു വലിയ വഴി ആ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ആൻഡ് ജയറാമേട്ടനും സൈനുദ്ദീൻ ചേട്ടനും പിന്നെ സിദ്ദീഖ് ലാൽ, ഹനീഫ ഇക്ക, അങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ വിട്ടുപോയ ഏതെങ്കിലും പേരുകളുണ്ടോ ഈ പറഞ്ഞതില്? ഒരുപാട് പേര് വിട്ടു. NF റീസ് പറഞ്ഞില്ല. അപ്പൊ ഇതില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ കാലഘട്ടത്തില് മലയാള സിനിമയിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകന് തിരുവനന്തപുരത്തൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആരെന്ന് മനസ്സിലായോ? യെസ്, എക്സാക്ട്ലി. അത് ചരിത്രങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി. ഫോണിൽ ഗൂഗിൾ ഓൺ ആയിരിക്കുന്നു. ഓണാകും, ഞാൻ ഓണായി വരുന്നേ ഉള്ളൂ. ആദ്യം ഗൂഗിൾ ഓൺ ആകും, അതിനുശേഷമാണ് ഞാൻ ഓൺ ആകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എന്താ ചോദ്യം ചെയ്യുന്നത്. മൈക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്ര നേരം എന്റെ വായടച്ചു, എന്റെ മൈക്ക് ഓഫ് ആയിരുന്നു. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. കടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. പറഞ്ഞോളൂ. അതെ, ഇനി കുറച്ചു നേരം ഓഫ് ചെയ്യണേ. അപ്പോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ TK രാജീവ് കുമാർ സാർ ആണ് ആ ഒരു പ്രതിഭ. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മോടൊപ്പം ആവശ്യമാണ്. പക്ഷെ ഇപ്പോ ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ ഒരു വിഷ്വൽസിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ നമ്മളോട് അറിയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഒന്ന് കാണാം അല്ലേ? പ്ലീസ്. കോട്ടയമാണ് എൻ്റെ സ്വദേശം. ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ മോണോ ആക്ടിന് ഞാൻ പങ്കെടുക്കുന്നതും. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മിമിക്രിയിലും. അങ്ങനെ മിമിക്രിയിൽ ഗോപാലകൃഷ്ണൻ ഞാൻ മോണോ ആക്ടിലുമായിട്ട് ആർട്സ് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് യൂത്ത് ഫെസ്റ്റിന് പോവുകയും അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിമിക്രിയിലും മോണോ ആക്ടിനും അംഗീകാരങ്ങൾ കിട്ടുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനും ഗോപാലകൃഷ്ണനോട് ചേർന്നിട്ട് രണ്ടുപേരടങ്ങുന്ന ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങളൊരു കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പരിപാടി ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലെ മോണാക്ട് മിമിക്രി ആൾക്കാരെ കൂടെ എല്ലാം എൻസംബിൾ ചെയ്തിട്ട് ശ്രീറാം എന്ന് പറഞ്ഞ് ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഗായകൻ, ബാലൻ, അദ്ദേഹം ഇന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നന്ദൻ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടാക്കി. അതിന് സൂപ്പർ മിമിക്സ് എന്നായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന പേര്. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം എനിക്ക് സിനിമ പഠിക്കണം, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആലപ്പുഴയിലുള്ള മൊഹമ്മ എന്ന സ്ഥലത്തൊരു പ്രോഗ്രാം നടത്താൻ പോകുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഈ നവോദയയിലുള്ള മാത്യു പോൾ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അദ്ദേഹം ഞങ്ങളുടെ പരിപാടി കാണുകയും പിറ്റേ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നവോദയ അപ്പച്ച സാർ എന്നെ വിളിക്കുകയും 85 മുതൽ എൻ്റെ ആദ്യ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നവോദയ എനിക്ക് തരികയും നവോദയയിലെ ജിജോയുടെ ബ്രദർ ജോസ് ഒരു കാർ യാത്രയിൽ എൻ്റെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ചോദിച്ചു, ഇങ്ങനെ രാജീവ് മിമിക്രിയൊക്കെ ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ട് മിമിക്രി വെച്ചിട്ടൊരു സിനിമ ആലോചിച്ചുകൂടാ, ഒരു കോമഡി, ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആലോചിച്ചുകൂടാന്നൊരു വളരെ കാഷ്വലായിട്ട് ജോസുവാൻ ചോദിച്ചതിൽ നിന്നാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമ ചാണക്യൻ എന്ന സിനിമയുടെ തോട്ട് ആദ്യമായി അങ്ങനെ ഒരു മിമിക്രി വെച്ച് ആലോചിക്കാനായിട്ട് തോന്നിയത്. ആ സിനിമയിൽ ഞങ്ങളുടെ സൂപ്പർ മിക്സ് എന്നുള്ള ഗ്രൂപ്പ് ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അതിൽ ആ ഗ്രൂപ്പിൽ ജയറാമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ജയറാമാണ് അതിനകത്ത് കമൽഹാസൻ ഉപയോഗിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ജയറാമിനെ കാസ്റ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മിമിക്രിയാണ് സത്യത്തിൽ എൻ്റെ ആദ്യ സിനിമയുടെ കഥാബീജം. ഞാനെന്ന സിനിമാ സംവിധായകൻ്റെ ഒരു ജനനം എന്ന് പറയുന്നതിന് ഞാൻ മിമിക്രി എന്ന കലയോടും മോണാക്ട് എന്ന കലയോടും ഞാൻ കടപ്പെട്ടിരിക്കും. എന്നിടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇദ്ദേഹം ഒരു ട്രൂപ്പ് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഞങ്ങൾ മിമിക്സ് പരേഡ് എന്ന ട്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ പത്മ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ സൈക്കിളിലാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ പുതിയ ട്രൂപ്പ് തുടങ്ങാൻ പോകണം രാജീവ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ എൻ്റെ പോസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പുള്ളിയെ കയറ്റി ഞാൻ കൊണ്ടുവന്ന് ഈ പോസ്റ്റർ കാണിച്ചു കൊടുത്തു.
തലേ ദിവസം ഞങ്ങൾ ഇതിന് വന്ന് ഒട്ടിച്ചതാണ്, അത് ഞാൻ പറഞ്ഞില്ല. ഒട്ടിക്കണമല്ലോ. ഇല്ല, ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഒരു 84 കഴിഞ്ഞപ്പോൾ എന്നോട് ഒരിക്കൽ പറയുമായിരുന്നു, കാരണം ഈ മിമിക്രിയെ കുറിച്ചൊരു കഥ ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് ആദ്യം, അദ്ദേഹമാണ് ആദ്യം ചിന്തിച്ചത് ജയറാമിനെ കുറിച്ച്. ജയറാമിനെ എടുക്കാൻ പുള്ളി അന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം അവരെ എന്ന സിനിമ വന്നു, പത്മരാജൻ സംവിധാനം ചെയ്ത. അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് പോയി. പക്ഷെ ഞാനിത് ആദ്യമേ ചിന്തിച്ചിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഇനി അത് ആരുടെ പറയുന്നില്ല പ്രസാദെ എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആള് ജയറാം തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ പുള്ളി എപ്പോഴും വരുമായിരുന്നു വേണ്ടത്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നതാണ് ജയറാമിന്റെ ഫേസ്. പക്ഷെ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് പോയി, അദ്ദേഹം എടുത്തോട്ടെ, കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്താ ഒരു വലിയൊരു കലാകാരൻ നമുക്ക് ലഭിച്ചു അല്ലേ? സുരാജ് ചേട്ടനുണ്ട്, നോബിച്ചേട്ടനുണ്ട്, അസിസക്കേട്ട്, നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രത്തുകാരാണ്. ട്രിവാൻഡ്രത്ത് നിന്നും ഇങ്ങനെ മിമിക്രിയിലൂടെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിയ ഒരു കലാകാരനെയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വലിയ സന്തോഷം. ഞാനത് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു. അങ്ങനെ അവര് 4 പേര് 5 പേര് എന്റെ ആ കാലഘട്ടമൊക്കെ ആയപ്പോ സൂപ്പർ മിമിക്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു പുതിയ അറിവാണ്. ഒരുപാട് സന്തോഷം തോന്നി. അത് മാത്രമല്ല, വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്വന്തം ട്രൂപ്പ് ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ പുള്ളിയുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ പരിപാടി മിമിക്സ് പരേഡ് അവിടെ നടത്തി. വേറൊരു മനുഷ്യൻ ചെയ്യില്ലത്. കാരണം അവരവിടെ കത്തി നിൽക്കുക. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു ട്രൂപ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് ജനങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും സെനറ്റ് ഹാളിൽ അങ്ങനെ കാണിച്ച ഒരു വലിയ വിശാല മനസ്കൻ കൂടെയാണ് രാജീവ്. അത് സുരാജൻ ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് ട്രൂപ്പിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് കളിപ്പിച്ചിട്ട് ആ ഐറ്റം അടിച്ചിട്ട് നമ്മൾ സൗദി പോയി കളിച്ചിട്ടുണ്ട്. അത് അവിടെ ഷോ ഏക്കാഞ്ഞിട്ട് ഇവിടുന്ന് ആളെ വിളിക്കുന്നത്. ഇതങ്ങനെയല്ല. ശരി. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ ആദ്യം ചോദ്യമായിട്ട് ചോദിക്കാം. ചാണക്യൻ എന്ന ചിത്രത്തിന് മുൻപ് കമലഹാസൻ സാറ് ഒരു ചിത്രത്തില് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് മിമിക്രി ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അന്ന് മിമിക്രി ഡബ് ചെയ്തത് ഒരു കലാകാരനാണ്. അദ്ദേഹം ആരെന്നറിയാം? അദ്ദേഹം ഒരു മലയാളിയാണ്. ആരാന്നറിയോ? പട്ടം സദൻ. സദൻ അദ്ദേഹമാണ് കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് ആ ചിത്രത്തില് ആ രംഗങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്കെന്നാ ഈ പറഞ്ഞ കമൽഹാസൻ സാറിന്റെ ആ വിഷ്വൽ ഒന്ന് കണ്ടാലോ? കാണാം. അപ്പൊ നമ്മൾ ഈ കണ്ട ഈ ഗാനരംഗം എന്ന് പറയുന്നത് അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അതുമായിട്ട് കണക്റ്റഡ് ആണ് കെ.എസ്. പ്രസാദ്. അത് ഞാൻ ചോദിക്കാൻ വരുന്നത് ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പ്രസാദിന് ഉണ്ടാവും. മിമിക്രി കാണിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക്കിന്റെ പേര് തീർന്നു. എന്നിട്ട് ആ പാട്ട് പാടിയിട്ട് ഈ ശബ്ദങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചു. അപ്പൊ അത് കാരണം അതിലെ ശബ്ദങ്ങളൊക്കെ എനിക്ക് നല്ല ഫെമിലിയറാ ആയിരുന്നു. അതെ. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ജീനിയസ് ആൻസേഴ്സ് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് വന്നു. അതുപോലെ തന്നെ മലയാളത്തിലെ മിമിക്രി കലാ മേഖലയിലെ ഒരു ജീനിയസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മോടൊപ്പം സുരാജ് ഏട്ടനുണ്ട്. മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന് നാഷണൽ അവാർഡ് നേടി. എന്നാൽ അത് ആദ്യം നമുക്ക് വേണ്ടി അഭിമാനപൂർവ്വം കരസ്ഥമാക്കിയ ഒരു പ്രതിഭയുണ്ട്. അദ്ദേഹം ഒരു നടനാണ്, സംവിധായകനാണ്, പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. വാക്കിലൂടെയും അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സലീമേട്ടൻ.
7 ഉമ്മ 3 3 6 ഞങ്ങൾക്കില്ലേ 2 ഉഗ്രനുമ്മ. എനിക്കും കൂടി. സലീം ഏട്ടന്റെ വരവ് കണ്ടപ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. നമ്മുടെ എനർജിയുടെ നെക്സ്റ്റ് സലീമേട്ടാ, നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരും ജൂനിയേഴ്സ് സീനിയേഴ്സും എല്ലാരും ഉണ്ട്. അങ്ങോട്ടേക്ക് ഇരിക്കാട്ടോ. വിശേഷങ്ങൾ നാഷണൽ അവാർഡ് ഞങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നാഷണൽ അവാർഡ്, അവിടെ നിങ്ങൾ ബഹളം വെക്കല്ലേ. നാഷണൽ അവാർഡ് തമ്മിൽ ഒരു ഹായ് പറയണം. ശരിക്കും നാഷണൽ അവാർഡ്, സിനിമ, അതിന് മുമ്പും വളരെ ഹൃദ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞു വന്ന 80s. സലീമേട്ടൻ സിനിമയിലേക്ക് വന്നത് 90s പക്ഷെ അദ്ദേഹം അതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ യുവജനോത്സവങ്ങളിൽ മുതൽ മിമിക്രി കലാമേഖല, ഹാസ്യ കലാമേഖലയിൽ വളരെ സജീവമായിട്ട് ഒരാളായിരുന്നു സലീമേട്ടൻ അല്ലേ? ചേട്ടൻ ആരുടെ, നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടനൊക്കെ വളരെ സീനിയർ ആണല്ലോ. പ്രസാദേട്ടന്റെ ഒക്കെ ആദ്യത്തെ കോമഡി അല്ലെങ്കിൽ പെർഫോമൻസ് കാണുന്നത് എപ്പോഴാണ്? പ്രസാദേട്ടന്റെ കലാഭവനിൽ വെച്ചാണ്. കലാഭവനില് 84 എന്റെ ഓർമ്മ. ഞാൻ SSLCക്ക് പഠിക്കുമ്പോ മൂത്തകുന്നം അമ്പലമുണ്ട്, അവിടെ കലാഭവന്റെ മിംസ് പരേഡ് വന്നു. അന്നാണ് പ്രസാദേട്ടന്റെ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി. സലീമേട്ടൻ എപ്പോഴാണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. എന്നാലും 10ാം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്നായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അന്ന് ബാലേന്ദ്ര മേനോൻ, VK എബ്രഹാം, ദുൽഖർ സൽമാൻ ഇപ്പൊ ചെയ്യും. പൂജപ്പുര രവി, ഒരു കഥാപ്രസംഗമുണ്ട്. ഒരു കഥാപ്രസംഗമുണ്ട്. അല്ല, ഇതൊന്നും അല്ല കേട്ടോ. സലീം കുമാർ അവതരിപ്പിച്ചിരുന്ന ഇതൊന്നുമല്ല. കാരണം ആദ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിൽ അവതരിപ്പിച്ചത് സലീം കുമാറായിരുന്നു. അത് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ 1ാം സമ്മാനം ലഭിച്ചത്. പക്ഷെ അന്ന് 2ാം സമ്മാനം ലഭിച്ചത് ആരാന്നറിയോ? പക്രുചേട്ടന്റെ പേര് പറയാനാണ് പക്രുചേട്ടൻ. പിന്നെ 3ാം സമ്മാനം കിട്ടിയത് അവരൊന്നും രക്ഷപ്പെട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതായത് ആ കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം സലീമേട്ടൻ, 2ാം സമ്മാനം പക്രുചേട്ടൻ, 3ാം സമ്മാനം ടിനിച്ചേട്ടൻ. അടിപൊളി. പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത്? ഇതുപോലെ ഏതെങ്കിലും പെർഫോമൻസ് കണ്ടിട്ട് ഒരു വിളി വന്നിട്ടാണോ വരുന്നത്? അല്ല, ഇത് മനസ്സിലാക്കണോ, ഇവര് ഒന്നിനും കക്കാൻ പോകും അല്ലെങ്കിൽ സിനിമക്ക് പോകും. അപ്പൊ നല്ലത് സിനിമക്ക് കയറ്റി വിട്ടേക്കാന്ന് വെച്ചിട്ട് വിട്ട് കാണും. അത് പിന്നെ സലീമേട്ടൻ ഫൺ ഫാക്ട്സ് എന്ന് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. സലീമേട്ടന്റെ വീടിന്റെ പേര് എന്താണെന്നറിയോ? ലാഫിംഗ് വില്ല. എന്താ വീട്ടിൽ എപ്പോഴും ചിരിയാണോ? വീട്ടിൽ ചിരിയല്ല, ചിരി വിറ്റ കാശ് കൊണ്ടാണല്ലോ വീട് പണിത്. അതുകൊണ്ട് അപ്പൊ അതിനോടൊരു നന്ദി രേഖപ്പെടുത്തുക. സെൻസ് അല്ലേ? അല്ല, ഈ ലാഫിംഗ് വില്ല എന്ന് പേരിട്ടപ്പോ തന്നെയാണ് ഈ പേര് വീടിനിട്ടത് അടിപൊളി. പക്ഷെ പിള്ളേരുടെ പേരിട്ടേക്കുന്നത് ആരോമലും ചന്തു. ഇവരെ യുദ്ധത്തിന് ഇറക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചോളൂ? എന്തുകൊണ്ടാണ് ആരോമലും ചന്തു എന്നിട്ടെ? അത് ചന്തു എന്നാണ് ആദ്യം ഇട്ടത്. അത് മമ്മൂക്കിനോടുള്ള ഒരു ആദരവിന്റെ പേരിലിട്ടാണ്. അതെ, വടക്കൻ വീരാദർ ചന്തു ആണ് അതിന് ഇൻസ്പിറേഷൻ. അപ്പൊ ചന്തു എന്ന് ഇട്ട് കഴിഞ്ഞപ്പോ അതിന് ചേർന്ന പേര് കിടക്കട്ടെ ആരോമലി. ഞാൻ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് എന്റെ ഭാര്യനോട് പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ ചന്തു, പെൺകുട്ടിയാണെങ്കിൽ ആർച്ച. അപ്പൊ അടുത്ത കുട്ടിക്ക് ഇടാൻ വേണ്ടി ആർച്ച എന്ന് വെച്ചിരുന്നാണ്. അതും പെണ്ണായി പോയി, ആണായി പോയി. അപ്പൊ ആരോമൽ നിന്നിട്ട് അങ്ങനെ. സലീമേട്ടനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. സലിയപ്പന്റെ ഒപ്പം ഞാൻ പ്രോഗ്രാമിനും TV ഷോയിനും കൂടെ പിഷാരടി ആയിരുന്നു അതിന്റെ ലീഡർ. ഞാൻ വാർത്തെടുത്ത് കഷ്ടപ്പെട്ട് ഞാനൊരു പ്രോഗ്രാമിന് ചെല്ലുമ്പോ ഇവരുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമാ. അന്ന് സത്യമാഷ അനുകരിക്കുന്നു പിഷാരടി. ശരിയായിട്ടില്ല. അത് മമ്മൂട്ടിനെ പിഷാരടി, പഴയ പിഷാരടി മമ്മൂട്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിഷാരടിയാണ് നമ്മുടെ വിഷയം. അവൻ ഭയങ്കര അങ്ങ് നടക്കുക. തൃപ്പൂണിത്തറയിൽ മമ്മൂട്ടി എടുക്കുന്ന ഒരുത്തരുണ്ട്. തൃപ്പൂണിത്തറ അമ്പലത്തിൽ വെച്ചിട്ട് എന്തോ ചോറിന്റെ പ്രശ്നത്തിൽ എന്തൊക്കെ ഉണ്ടായി. ഇവൻ കത്തി എടുത്തെന്നാണ് അവര് പറയണത്, കമ്മിറ്റിക്കാരി. പക്ഷെ ഇവൻ കത്തി ഒന്നും എടുക്കൂല, അങ്ങനത്തെ ഒരാളൊന്നും അല്ല അവൻ. പക്ഷെ കമ്മിറ്റിക്കാരി
ഇവനെ കയറ്റാൻ പറ്റും, തല്ലുവരെത്തി, തല്ലിയില്ല, ഇവനെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യും? അത് മമ്മൂട്ടി എന്ന് വെച്ചാൽ മെയിൻ വടക്കൻ വീരാണ് അവതരിപ്പിക്കണത്. അതിന് മമ്മൂട്ടിയായിട്ട് ഇവൻ ചെയ്യണം. അപ്പൊ ഒരു രക്ഷയില്ല, പരിപാടി പൊളിന്ന് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ട്രൂപ്പ് മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു പരിപാടി കയറിയിട്ടാന്ന് വെച്ച്. എന്നിട്ട് അവനെ കയറ്റാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്ത് പിഷാരടി കയറി. എന്റെ ദൈവമേ, പക്ഷെ അവൻ ഒരു ഡയലോഗ് പോലും തെറ്റിച്ചില്ല, രൂപത്തിലൊന്നും. ആ പരിപാടി ഭംഗിയായിട്ട് കൊണ്ടുപോയി. അതവന്റെ കഴിവാണ്. പ്രസാദ്, നിങ്ങൾ ആ സമയത്തൊക്കെ എവിടെയായിരുന്നു? ഒരു ക്യാമറ വെച്ച് അമ്പലത്തിൽ പരിപാടി ഇപ്പൊ നമ്മുടെ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കിങ് അല്ലെങ്കിൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ജീനിയസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ചേട്ടൻ പറഞ്ഞതുപോലെ വീടിന്റെ പേര് പറഞ്ഞ പോലെ ഒരു ലാഫിംഗ് വീല പോലെ ഒരു ലാഫിംഗ് ഫ്ലോർ ആയി മാറിയല്ലേ? കാരണമുണ്ട്. ഇപ്പൊ 2 സ്ഥലമുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന കോമഡികളാണ്. സലിമിട്ടും പറയട്ടെ, ആണോ? അങ്ങനെയാണോ? ഞാൻ പോവാണേ. ഞാൻ നോക്കി. അല്ലല്ല ഡയാന, അതല്ല. സലിമേട്ടൻ ഈ ടിനി ഏറി കയറിയ പിന്നെ ഒരുപാട് കാലമായി കണ്ടിട്ട്. അടുത്ത് കിട്ടിയ വല്ലപ്പോഴോ വരാറുള്ളൂ. അപ്പൊ ഒന്ന് ഞാനൊന്ന് പണ്ട് ആസ്വദിച്ചോട്ടെ. ഇനി അടുത്ത സത്യനാണ്. അല്ല, അവിടുത്തെ അവിടെ മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സത്യൻ. അതിനൊരു തുടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ. ഷാരടിയുടെ. നീ ആരുടെ കൂടെയാണ്? അവിടെയാണ്, ഇവിടെയാണ്? എപ്പ കൂടെ വന്നാലും തനിക്കിട്ട് പണി എടാ ഞാൻ നിന്റെ കൂടെ തന്നെ. സലിംഭായി പറഞ്ഞില്ലേ ലാഫിംഗ് വില്ല എന്നിട്ട് ചിരിപ്പിച്ചുകൊണ്ട് വീട് വെച്ചെന്ന് പറഞ്ഞു. സത്യത്തിൽ പക്രുവിന്റെ ഗിന്നസ് പക്രുവിന്റെ വീടിന് റെയിൽവേ സ്റ്റേഷൻ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാരണം ട്രെയിൻ ഓടിച്ചാണ് അവൻ കാശുണ്ടാക്കിയത്. ഏറ്റില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. കോമഡി കത്തിച്ചോളാം. അത് കത്തിച്ചോളാൻ പറഞ്ഞില്ല. അത് വന്ദേ മാതറിൽ കയറ്റി വിട്ടു. ട്രെയിൻ കോമഡി അല്ലേ? ട്രെയിനിൽ തന്നെ കയറ്റി വിട്ടു. അങ്ങനെയാണെങ്കിൽ അസീസിന്റെ വീട് അശോക മന്ദിരം തുടരണം. ഇല്ല, കൂഗൽ വില്ല. ഒന്നുകൂടെ കത്തിക്കണം. ആ നോബി ഒന്ന് കത്തിക്കണം പ്ലീസ്. അത് വേണം, അത് വേണം. തങ്കഭസ്മ കുറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച രാവിലെ പലിശക്കാരൻ അണ്ണാച്ചു ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചേട്ടോ, ഓ കൊച്ചുമണിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. ചേട്ടന്റെ അനന്തരക്കാരൻ കൊച്ചുമണി. അവൻ മിമിക്രി കളിക്കാൻ പോയാക്കണ്. എന്റെ പെങ്ങളുടെ മോനുണ്ട് ഒരുത്തൻ കൊച്ചുമണി. അവനിപ്പോഴും 1 മണിക്ക് പോകുന്ന മിമിക്രി കളിച്ച് നടക്കുവോ? അതും ഈ 80 കാലഘട്ടത്തില്. അയ്യോ, കാലഘട്ടം രജിസ്റ്ററായേ. അയ്യോ അയ്യോ, ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാലടി ആയിരുന്നേ, അല്ലാതെ കയ്യടി കിട്ടിയ ചരിത്രമില്ലല്ലോ. പരിപാടി കാലടി ആയിരുന്നു. എടാ, നീ പറഞ്ഞത് പരിപാടി നടന്ന സ്ഥലമാണോ അല്ലെങ്കിൽ പരിപാടിയുടെ അഭിപ്രായമാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ മിമിക്രിയിൽ എന്താ കാണിക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നു. എന്തൊക്കെ കിടന്ന് കാണിക്കണേ? സ്റ്റാർ പറയും. നീയാ? എന്റെ പൊന്നിടാവേ, നീ സ്റ്റാർ പറയില്ലേ? ഇവൻ എവിടെയെങ്കിലും ചെന്ന് സ്റ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാർ വിടണമെങ്കിൽ ഞാൻ വേറെ സ്റ്റാർ പറയണം. അതേത് സ്റ്റാർ? എന്റെ പൊന്ന സ്റ്റാറുമാര്, എന്റെ കൊച്ചുമണി പാവ, എന്റെ കുഞ്ഞിനെ നാട്ടിക്കല് മാമാ. എന്നാ പിടിച്ചോ, ഉറക്കോളച്ച പൈസയാണേ ഇതാ. ഇതെന്നെ കാണിക്കണത്. അല്ല, ഉറക്കോളച്ച പൈസയല്ലേ, 10 മിനിറ്റ് കിടക്കട്ടാ. അതല്ല പറഞ്ഞത്. മാമൻ അങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ട് പോകണ്ട. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്ത ജയറാം ഇപ്പൊ സിനിമയിലാ. അപ്പൊ പരിപാടി കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ കൂടെ പ്രോഗ്രാം കളിക്കുന്ന വേറൊരു പുള്ളി ഉണ്ടല്ലോ, താടി വെച്ചിട്ട്. അതാരി? അത് മനസ്സിലായില്ലേ നിനക്ക്? ഈ കാലും വെച്ചാറിട്ട് കേട്ടിട്ട് കൈയും കൊണ്ട് വലിച്ചടക്കൂല ഇങ്ങനെ. അസാധ്യ കലാകാരനാ പുള്ളി. കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിന് ക്ലൈമാക്സ് പറഞ്ഞു. ഈ ക്ലൈമാക്സ് നമുക്ക് 2025 സ്കിറ്റിലും അടിക്കാം. അതേത് ക്ലൈമാക്സ്? അതുകൊള്ള. അപ്പൊ പുള്ളി അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. പക്ഷെ നിന്റെ കാര്യം കഷ്ടോ. എന്റെ മാമാ, എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുള്ള വഴിയാ ഇത്. എന്റെ ദൈവമേ, കഷ്ടം വഴി സിനിമക്കാരനെ ആദ്യമായിട്ടാ കാണുന്നത്. അതല്ലെന്ന്. ഈ ഫ്ലാസ്കിലെ വെള്ളം കണ്ട കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളമാണിത്. ഇതെന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത്? എന്റെ മാമ, ഈ പൈപ്പ് വെള്ളം കുടിച്ചവരെല്ലാം സിനിമയെ രക്ഷപ്പെട്ടിട്ടുണ്ട്.
എടാ പൊന്നുമോനെ, നീ ആ വെള്ളം കുടിക്കല്ലേ. നിന്റെ മൂത്ത മാമൻ ഇതേപോലെ സിനിമാ പ്രാന്ത് പിടിച്ചിട്ട് അവിടെ പോയി വെള്ളം കുടിച്ചതാ. നിന്റെ ഇടുക്കിയിലാ കണ്ടത്. അവിടെ ഷൂട്ടിങ് അല്ലല്ല, പിന്നെ പുള്ളിയുടെ വയറ്റിൽ നിന്നല്ലേ കറണ്ട് പോയിരുന്നത്. അതിനും മാത്രം വെള്ളം പുള്ളി അവിടെ കുടിച്ചു എന്നിട്ട് എന്തെങ്കിലും ആയോന്തോ 3 പ്രാവശ്യം കോളറയായി, മഞ്ഞപ്പിത്തോയി, മലമ്പനിയായി. ഇപ്പൊ അമ്മായിക്ക് വേറൊരു ഭർത്താവ് പോയി. എന്റെ മാമോ, അത് നിന്റെ ആണെന്ന് എനിക്കറിയാലോ. എന്നെ വിളിച്ചതാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും വിളി വരും. ഇന്നലെ രാത്രിയിലും വിളി വന്നു. ഞാൻ കേട്ടായിരുന്നു. അതല്ലേ ഞാൻ നിന്റെ അടുത്ത് കിടന്നിട്ട് പിന്നെ എഴുന്നിട്ട് വരാന്തേ പോയി കിടന്നു. എന്റെ ദൈവമേ, സിനിമയെന്ന് വിളി വന്നിരുന്നു. മാമൻ നോക്കിക്കോ, ഞാൻ ആദ്യം മലയാള സിനിമയെ പിടിച്ചു കയറും, പിന്നെ ഹോളിവുഡ്, ജോളിവുഡ്, ബോളിവുഡ്. എടാ, ആദ്യം നീ കിടക്കണ കട്ടിലേൽ ഒരു ഫ്ലൈവുഡ് മേടിച്ചു വെക്കും. നീ ആ കയറുള്ള കട്ടിലേൽ മലന്ന് കിടക്കുമ്പോണ്ടല്ല, ഞായറാഴ്ച മാർക്കറ്റിൽ ഇറച്ചി തൂക്കിയിട്ടാക്കണ ഫീലാ. ഞാനത് തുടച്ചു വൃത്തിയാക്കാൻ വേണ്ടി ചാരി വെച്ചപ്പോ അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇതെന്താ നിങ്ങളുടെ പിറവണി തുടങ്ങിയോ പുതിയ കട്ടള ചാരി വെച്ചിട്ടുണ്ടല്ലോ. സുധാകരനെ പറ്റി വേണ്ടി പോരുത്. എന്റെ കലാജീവിതം നശിപ്പിക്കാൻ നടക്കുന്നവൻ അവൻ. അവനെന്ത് ചെയ്തടാ? എന്റെ മാമ, കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേജിലില്ലേ ഫീമെയിൽ വേഷം കെട്ടി ഇങ്ങനെ നിക്കുവാ. അവ സ്റ്റേജിൽ കയറി വന്നിട്ടേ എന്റെ ബ്ലൗസും വലിച്ചു കയറി എന്റെ ചെവിക്കൽ ഒറ്റ അടി. എങ്ങനെ അടിക്കാതിരിക്കും? അവൻ റബ്ബർ വെട്ടാൻ പറ്റിരുന്ന 2 ചിരട്ട വെച്ചിട്ടാ ഇവ ഫ്രീമെയിൽ ചെയ്യണത്. ഒരാഴ്ചത്തെ അവന്റെ പണി കളഞ്ഞ ഇവനെ തന്നെയല്ല കൊല്ലണ്ടേ? അത് വേണേ പോട്ടെ, പക്ഷെ അടുത്ത സ്റ്റേജ് തൊട്ട് ഞാൻ പുതിയൊരു ഫീമെയിൽ ചെയ്യുന്നുണ്ട്. എന്റെ ദൈവമേ, ഇങ്ങിയും ഏത് ഫീമെയില്? കിടത്തിനാട്ടും മാക്കം. കൊള്ളാം. ഇപ്പൊ അവന്റെ 2 ചിരട്ടേ പോയിട്ടുള്ളൂ. ഇനി അവന്റെ റബ്ബർ ഷീറ്റ് കൂടി എടുത്ത് വെക്കാനാണ് ഈ മാക്കത്തിന്റെ പരിപാടി. മാമ, എനിക്ക് വേണം. എന്ത് മാക്കോ? അല്ല, മാമന്റെ അനുഗ്രഹം. അനുഗ്രഹിച്ചിരിക്കുന്നു. സന്തോഷമായി. എന്തിനാ മാമ ഇത്ര പെട്ടെന്ന് താടി വന്നാ? താടി വന്നല്ലേ, ഞാൻ തിരിഞ്ഞു പോകുമല്ലേ. എന്നാലും എന്നെ അനുഗ്രഹിച്ചില്ലേ? ഇല്ല, എന്റെ പട്ടി അനുഗ്രഹിക്കുന്നില്ല. ചുമ്മാതല്ല, നിങ്ങൾക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്തത്. സെന്റിമെന്റ്സ് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് മൊത്തം ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് സെന്റിമെന്റ്സ് എന്ന് പറയുന്ന സാധനമില്ല. ഈ സെന്റിമെന്റ്സ് ഇല്ലാത്ത മാമനാണ് മഴ പെയ്യുമ്പോ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ പോയി നിൽക്കണത്. എടാ, എന്നെ കൂടി പഠിച്ച ജലജനെ കാണാനായിട്ടാ. എന്റെ ദൈവമേ, ജലജ പഠിച്ചിട്ട് 10-25 വർഷമായി. അവിടെ വെച്ച തെങ്ങാണെങ്കിൽ വളർന്ന് വലുതായി. എന്നിട്ട് ഈ മഴ പെയ്യുമ്പോ നിങ്ങൾ ഇതിന്റെ തെങ്ങ പോയി നോക്കണത്? മോനെ, തെങ്ങാണെങ്കിലും ജലജ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ചേല. അത് പരവശം മൂത്തപ്പോ ഞാൻ 2 കരിക്കിളക്കാൻ നോക്കിയതാ. ഇങ്ങനത്തൊരു ഞരമ്പൻ. നീ അങ്ങനെ മോശപ്പെടുത്തി പറയുന്നും വേണ്ട. തടി കയറി പോണ ലോറിയിലെ പുറകില് സാരി തുണി കെട്ടിയപ്പോ എനിക്ക് ഇതുപോലൊരു പെണ്ണ് മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ വണ്ടിയുടെ പുറകെ നിലമ്പൂര് വരെ കൂടിയവനാ ഇവൻ. അവനാ സിനിമക്ക് പോണ്. സിനിമ അങ്ങനെ പുച്ഛിക്കരുത്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ചോറാ. എടാ, ആ ചോറില് മണ്ണ് വാരിടാനാണ് ചേട്ടൻ നീ ഇപ്പൊ പോണത്. മാമൻ നോക്കിക്കോ, TK രാജീവ് കുമാർ എന്ന് പറയുന്ന സംവിധായകൻ മിമിക്രിക്കാരന്റെ കഥ പറയുന്ന ചാണക്യ എന്ന് പറയുന്ന സിനിമ പിടിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹം കത്ത് വായിച്ച് ഈ കത്തും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനാണ് ആ സിനിമയിലെ നായകൻ. എന്നിട്ട് ആ കത്ത് അവിടെ വെച്ച് അതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മേശപ്പുറത്താ? അയ്യോ, ഈ കത്താണ് ആ കത്ത്. നോക്കട്ടെ. ടു കൊച്ചിൻ കൊച്ചുമണി ഫ്രം TK രാജീവ് കുമാർ. മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്റെ സിനിമാ ജീവിതം പോയേ. ഞാനിനി എന്ത് ചെയ്യൂ? എടാ, ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം പറഞ്ഞു തീർന്നില്ലേ? എന്താ അടിച്ചോ? എന്താ എന്റെ പേരതിന് പോലും ഇത്ര സ്പീഡില്ലല്ലോ. നീ നിന്റെ ഭാഷയൊക്കെ മാറി എന്റെ ട്രാക്കിലായല്ലോ. അല്ലെങ്കിൽ എന്റെ അടുത്ത് 10 മിനിറ്റ് സംസാരിച്ചത് എല്ലാരും എന്റെ ട്രാക്കിലോട്ട് വീഴും. ഇതാണ് ഓഡിയോ കാസറ്റിന്റെ വള്ളി. നീ എന്റെ കൂടെ നടന്നിട്ട് ഇടയ്ക്ക് ശ്രീവിദ്യയുടെ അടുത്ത് പോയല്ലടാ. അല്ലെങ്കിൽ ഈ കോമഡി ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഓഡിയോ കാസറ്റിന്റെ വള്ളി. ഈ ഓഡിയോ കാസറ്റ് ഓടിയോടി തീരുമ്പം ഇതിന്റെ വള്ളി ഇങ്ങനെ ഏതെങ്കിലും സൈക്കിളിന്റെ ഹാൻഡിൽ തൂങ്ങിക്കിടക്കും. ഞാൻ ഒറ്റ ഇടി അടിച്ചിട്ടൊന്നും നിന്റെ പ്ലാനറ്റ് ഇപ്പൊ വീഴുന്നി. അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഈ ഓഡിയോ കാസറ്റിന്റെ വള്ളി ഇതിലിങ്ങനെ തൂക്കിയിട്ടിട്ട് സൈക്കിളിൽ വെട്ടുമ്പം ഇതിൽ ഇങ്ങനെ ഒരു കാറ്റടിക്കും. അപ്പൊ കിളികിളികളാവുന്നൊരു ശബ്ദം വരും. ഓഹ്, നൊസ്റ്റാൾജിയ. ഇതിന്റെ ഉപയോഗം എന്താണ്? എടാ, ഞങ്ങള് 90s കിഡ്സ് പാട്ട് കേട്ടത്, സിനിമയുടെ ശബ്ദരേഖ കേട്ടത്, ഡിസ്കോ കളിച്ചത്, എന്തിന് കാമുകിക്ക് പ്രേമലേഖനം റെക്കോർഡ് ചെയ്ത് കൊടുത്തത്. അതും പോട്ട് റഹ്മാൻ, മൈക്കിൾ ജാക്സൺ, ജോൺസൺ മാഷ്, പ്രഭുദേവ,
അങ്ങനെ എത്ര ആൾക്കാരെന്ന് അറിയാമോടാ ഇതിനകത്തുനിന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്? പിന്നല്ലാതെ ആ കഥയാണ് നമ്മുടെ വി ഡി രാജപ്പൻ ചേട്ടൻ പറയുന്നത്. പിടിച്ചിരുന്നോ? പ്രിയ കലാസ്നേഹിതരെ, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയാണ് കാസറ്റ്. കാസറ്റോ? വെറും കാസറ്റ് അല്ല കേട്ടോ, ഓഡിയോ കാസറ്റ്. പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. മറിച്ചിട്ട് കേൾക്കാം, തിരിച്ചിട്ട് കേൾക്കാം, മറിച്ചിട്ട് കേൾക്കാം, തിരിച്ചിട്ട് കേൾക്കാം. അയ്യോ എന്നെ ഫംഗസ് ആക്കരുത്, പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ. അയ്യോ പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. അതെ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ കാസറ്റിന്റെ ജീവിതം, ആ പാവപ്പെട്ടവന്റെ ജീവിതം റീവൈൻഡും ഫോർവേഡും ചെയ്ത് അങ്ങനെ കറങ്ങി നടന്ന കാലം. അവിടെ വെച്ചാണ് നമ്മുടെ കഥാനായികയായ കാസറ്റ് പെണ്ണിന് നമ്മുടെ കാസറ്റ് കണ്ടുമുട്ടിയത്. അങ്ങനെ അക്കാലത്ത് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് പ്രണയഗാനങ്ങളിലൂടെ അവർ അവരുടെ പ്രണയ രഹസ്യങ്ങൾ കൈമാറി. അനുരാഗപരവശയായ അവന്റെ മുന്നിലേക്ക് ദാ നമ്മുടെ കാസറ്റ് പെണ്ണ് അതാ നാടൻ കുടുങ്ങി നടന്നു വരികയാണ്. അതെ, മറ്റാരുമല്ല, നമ്മുടെ കഥാനായികയുടെ പേരാണ് നിസരി. നിസരിയോ? അതെ, നമ്മുടെ കഥാനായികയായ കാസറ്റ് നിസരി പെണ്ണ്. അതെ, നമ്മുടെ കാസറ്റ് നിസരി പെണ്ണിനോട് പറഞ്ഞു, ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ചു കേൾക്കും നിന്നെ ഞാൻ, വീണ്ടും ടേപ്പിലിട്ടു കേൾക്കും നിന്നെ ഞാൻ. ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ച് കേൾക്കും നിന്നെ ഞാൻ, കാസറ്റി ടേപ്പിലിട്ട് കേൾക്കും നിന്നെ ഞാൻ. ഉള്ളിൽ കിടന്നു വീണ്ടും വള്ളി കുരുങ്ങിപ്പോയാൽ പുത്തൻ റിബൺ നൽകിയിടും ഞാൻ, എൻ കാസറ്റി പുത്തൻ റിബൺ നൽകിയിടും ഞാൻ. എ സൈഡും മറിച്ചിട്ട് ബി സൈഡും മറിച്ചിട്ട് കാസറ്റ് പ്ലേ ചെയ്തിടും ഞാൻ, എൻ കാസറ്റി ലവ് ഗാനം പ്ലേ ചെയ്തിടും ഞാൻ. ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ച് കേൾക്കും നിന്നെ ഞാൻ, എൻ കാസറ്റി ടേപ്പിലിട്ടു കേൾക്കും നിന്നെ ഞാൻ. അതെ പ്രിയമുള്ളവരെ, പുത്തൻ കവറിൽ നിന്നും ഇറങ്ങി വന്ന നമ്മുടെ കാസറ്റ് പെണ്ണിന്റെ എ സൈഡ് കണ്ട് നമ്മുടെ കാസറ്റ് ഞെട്ടി. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവളുടെ ബി സൈഡും കണ്ടത്. ബി സൈഡോ? അതെ, കാസറ്റിയുടെ മറുവശം. ഓ അങ്ങനെ. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആരോ അവരുടെ പ്രണയം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വീട്ടുകാരെ മുഴുവൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. ആരാണവർ? ആരാണവർ? കാലം കടന്നുപോയി. അക്കൊല്ലത്തെ ഓണം എത്തി. പെണ്ണിന്റെ വീട്ടുകാർ ഓണം എത്തിയെന്ന് അറിയിക്കാൻ ഒരു കാസറ്റ് ഇറക്കി. ആ കാസറ്റിന്റെ പേരാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. അതെ, ആ കാസറ്റ് ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ചെറുക്കന്റെ വീട്ടുകാരും വെറുതെ ഇരുന്നില്ല. അവരും ഇറക്കി മറ്റൊരു കാസറ്റ്. ആ കാസറ്റിന്റെ പേരാണ് മാവേലി കൊമ്പത്ത്. ആ ഓണക്കാലങ്ങളിൽ ഇവർ തമ്മിൽ മത്സരമായിരുന്നു. ഒരിഞ്ഞ മത്സരം. അതെ, സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കി പാരടിയും കോമഡിയും കാട്ടയ്ക്ക് കൂത്തിക്കേറ്റി ഒരൊന്നാം തര മത്സരം.